കാലത്തെ അവന് പഴങ്ങഞ്ഞാ പതിവ്. കുറച്ച് ധൈര്യം. പിന്നെ ഈ കാന്താരി ഉള്ളിയും കൂടെ അടിച്ചു കൊടുത്താൽ അവനത് മതി. താമസി ഞാൻ ചെയ്യാം. അയ്യോ വേണ്ട വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. പനി എങ്ങനെയുണ്ട് ചാ? കൊറോണ ഈ പനിയും വെച്ച് രാവിലെ തന്നെ പച്ചവെള്ളത്തിൽ കുളിക്കണമായിരുന്നോ? എന്നോട് പറയാറുന്നല്ലേ, ഞാൻ വെള്ളം ചൂടാക്കി തന്നേനെ. ഓ സാരമല്ലേ, ഇവിടെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തന്നെ ആ പനിയും കൂട്ടു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ പ്രിൻസ് എല്ലാം ഉറക്കുമായിരുന്നു. അവന് വിളിക്കായിരുന്നു. എന്നോട് എന്തെങ്കിലും എൻ്റെ അമ്മച്ചി ഒരു ദിവസം ഞാനങ്ങ് മാറി വന്നുള്ളൂ. ഒറ്റ മനുഷ്യൻ ആ തൊഴുത്തലിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് എന്നാ കോലായിരുന്നറിയോ? ഇപ്പൊ ഒന്ന് നോക്കി എങ്ങനെ ഉണ്ടത്? ഈ മിണ്ടാപ്രാണികളുടെ കാര്യമാണ്. അത് നിങ്ങൾക്ക് കൊല്ലം അറിയോ? ആ എന്നാ പോലോസേ? ധ്യാനത്തിന് പന്തലിടാൻ കുറച്ച് കവുങ്ങ് വെട്ടാൻ വേണ്ടി വന്നതായിരുന്നു. അതിനെന്താ? ദേ കല്യാണ ആവശ്യത്തിന് വേണ്ടി കവുങ്ങ, ആവശ്യത്തിനെടുത്തോ. നോക്കടാ, നമുക്ക് പറ്റുമോ നോക്കടാ. ഇതിനൊന്നും നീട്ടം വരില്ല അമ്മച്ചി. കുറച്ചെടുക്കാടാ, തൂണെടുക്കാം. എന്നാ ദേ താഴെ കുറെ മണ്ട പോയ കവുങ്ങുണ്ട്, അത് ആവശ്യത്തിന് വെട്ടിയെടുത്തോ. ആ ജാതിയിലും കൂടിയാലും വീഴാണ്ട് വെട്ടണേ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളിവിടെ ശരിയാവില്ല. ഞാനും പറയാം. ഞാനേ ഒന്ന് നോക്കിച്ച് പറയാം, ഇല്ലെങ്കിൽ അത് കുളമാക്കും. പരിശുദ്ധ യാക്കോബായ സഭയുടെ അതിശ്രേഷ്ഠമായ ആന്തരിക വിശുദ്ധീകരണ ധ്യാന യോഗത്തിലേക്ക് ജാതിഭേദമന്യേ ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ യാക്കോബ സഭയുടെ ഇടുക്കി ഭദ്രാസനത്തിന്റെ കീഴിലുള്ള അതിശ്രേഷ്ഠമായ ആന്തരിക വിശുദ്ധീകരണ ധ്യാന യോഗത്തിലേക്ക് ജാതി മതഭേദ. ഒന്നും ഹലോ, ഇച്ചാന എവിടെയാ? ഞാൻ ഇവിടെ തൊട്ടടുത്തുണ്ട്. ഈ കുരിശുപാറ വഴിക്ക് ധ്യാനത്തിന്റെ അനൗൺസ്മെന്റ് നടത്തുക. ആഹാ, അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യോ? അല്ല, ഞാൻ വണ്ടി ഓടിക്കുക. വല്ലതും കഴിച്ചായിരുന്നോ? വന്ന് കഴിച്ചിട്ട് പോവായിരുന്നല്ലേ? ഓ ഇല്ലെന്നേ, നേരമില്ല. എനിക്ക് കുറച്ചും കൂടെ പോസ്റ്റർ ഓടിക്കാനുണ്ട്. എടാ, പോസ്റ്റർ 10 രൂപയല്ലേ ഉള്ളൂ, ഇപ്പൊ തീരൂലേ അത്? അപ്പൊ നോട്ടീസോ? ആ നോട്ടീസ് പറയുന്നുണ്ട്. ആ ഇല്ല, ഇപ്പൊ വരാൻ പറ്റത്തില്ല. അമ്മച്ചിട്ടും കൂടെ ഒന്ന് പറഞ്ഞേക്കാവോ? ആ എടി കൊച്ചേ, നിന്റെ ഏതൊരു കൂട്ടുകാരി വിളിക്കുന്നു. ആരാ അപ്പച്ചാ? എനിക്കറിയത്തില്ല ആരാ. ഹലോ, ഇന്നാ ബെറ്റ്സിയാ. എടി ഞാനാ. ആ അനീറ്റ. നീ എന്നെ വിളിക്കാന്? ഇത് എവിടെയുള്ള? എന്നാ പറ്റി? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാവോ? എടാ, മമ്മി ഫോൺ മേടിച്ച് വെച്ചിരിക്കുക. നിനക്കറിയാലോ മമ്മിയുടെ സ്വഭാവം. എനിക്ക് എന്നൊന്ന് കാണണം, കുറെ കാര്യം പറയാനുണ്ട്. എടി സ്ലീവാച്ച വരുന്നുണ്ട്, ഞാൻ വെച്ചേക്കുവാ. വിളിക്കണേ? ആ വിളിക്കാം. ശരി. എടാ കട കൊല്ലുന്നു, ഞാൻ കൂടിക്കോളാം. ആ എന്നാ പറ്റി? എനിക്ക് ആ ധ്യാനത്തിന്റെ പോസ്റ്റർ ഓടിക്കാൻ പോകണ്ട്. എനിക്ക് പശാലൊക്കെ ഒരു സ്ഥലമാണ്. ഇതിനാണ് വീട്ടിൽ പോകാതെ. ഇപ്പൊ പോവാ. ആ നേരം വിളിക്കുന്നവരെ നീ എവിടെ ആയിരുന്നടാ? അതാമ്പച്ചി ഇന്നലെ ചെറിയൊരു പണി കിട്ടിയെന്നേ. എൻ്റെ കൂടെ പോസ്റ്റർ ഒട്ടിക്കാൻ വന്നെല്ലാം പോയി കളഞ്ഞു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വരത്തില്ല, നിനക്കൊന്ന് വിളിച്ചു പറയാൻ പാടില്ലായിരുന്നോ? പിന്നെ നീ എന്നാ തന്നെ കുന്തമായിട്ട് നടക്കുന്നത്? ഈ കൊച്ചു പങ്ങതിരെ അവരെ കാത്തിരുന്നു. എന്നെ കൂടെ നിന്റെ കൂട്ടുകാരെ മൊത്തം വിളിപ്പിച്ചു. ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ വരൂലെന്ന്. വന്നേക്കാന്നല്ലേ പറഞ്ഞേ? അമ്മച്ചി, ഇവിടെ എല്ലാ വർഷവും പലരുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നാരാ? ആ അത് നിങ്ങളൊക്കെയാ ആണല്ലോ. പിന്നെ എല്ലാത്തിനും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ അപ്പൊ ഞാൻ ചെയ്യുന്നത് തെറ്റുണ്ടോ? ഇല്ല. പിന്നെന്നാ? എന്നിട്ട് പോസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞോ? അമ്മച്ചി നോക്കി ഇപ്രാവശ്യത്തെ ആള്. എന്നാ മക്കളിരി, അമ്മച്ചി കഞ്ഞി എടുത്തോണ്ട് വരാം. ആ അമ്മച്ചി, ഞാൻ പോയി ആ പശുവിനെ മാറി കെട്ടിച്ചോരേ. ഞാനും വരാം. ആണോ? ഒരു കുറ്റി കൂടെ വളർത്ത്. ആ ഇതെന്നാടാ എന്ന് വെട്ടാറങ്ങാഞ്ഞേ? ഓ, ഇനിയിപ്പോ പതിവ് ശീലങ്ങളൊക്കെ മാറും. അതൊന്നും അല്ലെന്ന്. ഇന്നലെ നമ്മുടെ പള്ളിയുടെ ധ്യാനത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ പോയി വരുന്നു. ആ ശരിടാ. ആ
ഇച്ചാൻ ഇന്നും പോകുന്നുണ്ടോ? പിന്നെ അമ്മ രാവിലെ അറക്കാൻ ഭാഗത്തേക്ക് ഇറങ്ങിക്കുക. എനിക്ക് 12 മണിയാകുമ്പോൾ കൃഷി ഓഫീസർ മോഹൻ സാറിനെ പോയി ഒന്ന് കാണണം. അതാ ഞാനിങ്ങ് വന്നേ. ഇനി വൈകുന്നേരം പോയാൽ മതി. അപ്പൊ ഇന്നും ഉണ്ടാവില്ല അല്ലേ? ഈ ബേസിൽ രാത്രി തണുപ്പടിച്ച് ശ്വാസം മുട്ടൽ വരുന്നേ. പിന്നെ പൗലുസാറിന് 2 കുഞ്ഞു പിള്ളേരാ. അവരോടൊക്കെ എങ്ങനെ നമ്മൾ രാത്രി നിൽക്കാൻ പറയണേ? പോയേക്കാം. ഇവിടെ അപ്പടി കൊതുക. ഇച്ചാൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇച്ചാൻ ഓക്കെ ആണോ? എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെങ്കിൽ എന്നോട് പറയണേ. ചുമ്മാ വാ, അതേക്കോ. ഇച്ചാനൊന്നിന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. നമുക്ക് വൈകുന്നേരം കണ്ടാൽ മതിയോ? എനിക്ക് മോഹൻ സാറിനെ ഒന്ന് കാണണം, നമ്മുടെ കൃഷി ഓഫീസറെ. ഇച്ചിരി അത്യാവശ്യമുള്ള കേസാ. വൈകിട്ട് കാണാം. വാ. എന്നാടാ സ്ലീവാച്ച് നിന്ന് കളിക്ക് ഇറങ്ങാഞ്ഞേ? വന്നപ്പോട്ട് ഞാൻ ശ്രദ്ധിക്കാം. എന്നാ പറ്റിയേ? എന്തോ ഒരു തെളിച്ച കുറവുണ്ട്. ടയേർഡ്. കല്യാണം കഴിഞ്ഞ പിന്നെ അവന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരമില്ല. കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആവേ. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ 2 മാസമാ കടക്ക് അവധി കൊടുത്ത് വീട്ടിലിരുന്ന്. പോടാ ഓപ്പേ. അവള് പോയത് അല്ലേലും ഇപ്പോഴത്തെ പെമ്പടല്ലാണ്ട് പ്രശ്നം ആശാനെ. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, വലിയ പാടായിരിക്കും. ആദ്യം നീ നിന്റെ വലിയൊന്ന് നിർത്തണം. രാവിലെ 2 മണിക്കൂർ എക്സസൈസ് ചെയ്യണം. നീ ചുമ്മാ പയറ് പോലെ നിൽക്കും. ഒന്നാമത്തെ കാര്യം, നീ വലിയൊരു മണ്ടത്തിനെ കാണിച്ചു. ഒരിക്കലും ടൗണിൽ പോയി പെണ്ണ് കെട്ടെടുത്തായിരുന്നടാ. അവിടെയൊക്കെ 1-2 പ്രേമിക്കാത്ത പെണ്ണുങ്ങൾ ഇല്ലടാ. എവിടെയായാലും ഈ പെണ്ണുങ്ങൾ പ്രേമിക്കുന്ന ഈ തലകർച്ചവന്മാരെ ആയിരിക്കൂടെ. മനസ്സിലായല്ലോ? ഈ തലതെറിച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം. ഈ പെൺപിള്ളേരുടെ മുമ്പിലേ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം. അല്ലെ നമുക്കൊരു വിലയുണ്ടാവില്ല. ഇത് എന്നതാണേ മോത്തൊക്കെ തേക്കുന്നേ? പ്രത്യേകിച്ച് ഒന്നുമില്ല ചേച്ചി. ദേ പുറത്തോട്ട് ഇറങ്ങി വെയിൽ കൊണ്ടുള്ള നിറമൊന്നും കളയണ്ട കേട്ടോ. അമ്മച്ചി, എന്റെ അനേച്ചി ചിക്കൻ കറി അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും ഇല്ലേ? ഇവിടെ നിനക്കുള്ള ചീരക്കറി അതിനകത്തുണ്ട്. നമ്മൾ എന്ന് വന്നാലും പിന്നെ കുട്ടായി വെട്ടിക്കണേലും. നിങ്ങൾ വന്നെ സിറ്റി വെച്ച് കണ്ടായിരുന്നു. കൃഷി ഓഫീസിൽ പോയിട്ട് എന്നാ ഇടാ? ഓ, അതൊരു 100 നൂലാമലാണ് അമ്മച്ചി. എല്ലാം ഈ ഓഫീസർമാരുടെ അതിലാന്ന്. അവൻ ആളാകെ മാറിപ്പോയില്ലേ അമ്മച്ചി? എന്നാലും അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ? എനിക്കിനി ചത്താലും വേണ്ടിയില്ല. എന്നോടൊന്ന് നേരത്തെ പറയണ്ടോ തോന്നി? രാവിലെ പറഞ്ഞില്ലായിരുന്നു? അതൊന്നുമില്ല. ഞാൻ വിചാരിച്ചൊന്നും വരില്ല എന്ന്. നീ വന്നില്ലേ? ഇനി ഞാൻ കൂടെ പോകുന്നില്ല. പറയാതെ തരട്ടെ. എന്നെ പറ്റി വേറെ എന്തെങ്കിലും തോന്നിയായിരുന്നോ? എന്താ അങ്ങനെ ചോദിച്ചേ? എനിക്കെന്താ വെറുതെ തോന്നിയായിരിക്കും. ഞാൻ വിളിച്ചിട്ടേ ഫ്രണ്ട്സ് വിളിച്ചായിരുന്നു. ഇതോ അച്ഛേ അപ്പം അധികം കഴിക്കണ്ട കേട്ടോ. അതങ്ങ് എടുത്തേ. ജോസേട്ടാ വളർത്തിങ് എടുത്തേ. അളിയൻ പിന്നെയും ആ കറി തന്നെ ഇട്ടോണ്ടിരിക്കുന്നത്. അനിയച്ചിന്റെ സ്പെഷ്യലാ, നാടനാ. കുഞ്ഞിലെ പപ്പടം ഇട്ടോട്. എന്റെ പൊന്നളിയെ എന്തിനാ ധൃതി പിടിക്കുന്നത്? എടുത്ത് കഴിച്ചോളൂ. പിള്ളേരാ കഴിച്ചായിരുന്നോ? അവരൊക്കെ നേരത്തെ കഴിച്ചളിയാ. അളിയൻ കഴിക്കളിയാ. ജെസ്സിയെ, നീ ആ ചാറും കൂട്ടി കുറച്ച് കഷ്ണം ഇങ്ങ് എടുത്തേ. ചേച്ചി കുറച്ച് വെള്ളം എടുക്കണേ. വെള്ളമല്ലേ ഇരിക്കണേ?
അവരൊക്കെ കിടന്നായിരുന്നോ? ടി വി കണ്ടോണ്ടിരിക്കാം. ഇതൊക്കെ ഒന്ന് ഉറക്കൂല്ലേ? നാളെ ധ്യാനത്തിന് പോകണ്ടേ? പിന്നെ പോണ്ടേ, കമ്മിറ്റിയിലും കൂടെ ഉള്ളതല്ലേ. ക്രിക്കറ്റല്ലേ എന്നെ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനൊന്ന് നോക്കിച്ചു വരട്ടെ. അയ്യോ ബാടാ, കിടക്കാം. നല്ല അടിയാ. എന്റെ പൊന്നി ചാച്ചാ, ക്രിക്കറ്റ് കളി വെക്കുക ചാച്ചാ. മതി മതി, വെക്കട തുടങ്ങിയ. ചാച്ചനോട് ഇഷ്ടമുള്ളവരൊക്കെ പോയി കിടന്ന് ഉറങ്ങുവേ. ഗുഡ് നൈറ്റ് ചാച്ച. ഗുഡ് നൈറ്റ്. ഈജിപ്ത്, ചൈന, ജോർദാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വൈവിധ്യമാർന്ന സംസ്കാരം പുലരുന്ന റൺസിരിക്കും. ഇച്ഛാനിരിക്കേ. ആദ്യം റൺസിരിക്കും. ഞാനല്ല ആദ്യം പറഞ്ഞത്. ഇച്ഛാനൊരു പ്രത്യേക ആളാണല്ലേ? അതിനാന്ന് ഒന്നുമില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവമല്ലല്ലോ. ഇവിടെ എല്ലാത്തിനും ഞാനല്ലേ ഉള്ളൂ. പിന്നെ വെറുതെ ഇരുന്ന് ശീലമില്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കല്യാണം കഴിഞ്ഞ് ഇപ്പോഴാ ഒന്ന് അടുത്ത് കിട്ടിയത്. ഞാൻ അടുക്കളയുടെ വാതിലടച്ചിട്ട് നോക്കിയിട്ടല്ലേ.